എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബിഗ് മോമിനെ കണ്ട് ചുറ്റുമുള്ളവരെല്ലാവരും ഞെട്ടുകയാണ്. ബിഗ് മോം ആണെങ്കിൽ അവളുടെ ക്ലൗഡിനെ അവളുടെ അടുത്തേക്ക് അടുപ്പിക്കും. നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായി, നിനക്ക് സുഖമല്ലേ, നീ ഇപ്പോൾ ഓക്കെ അല്ലേ ചോദിക്കും. അത് കേട്ട് നമ്മുടെ ക്ലൗഡ് ആണെങ്കിൽ പേടിച്ച് വിറയ്ക്കും. ഈ സമയം കൈഡോ ആണെങ്കിൽ ബിഗ് മോമിനെ കണ്ട് ദേഷ്യപ്പെടുകയാണ്. ഓ നോ, നീ ഇത്രയും ലേറ്റ് ആയിട്ടാണോ ഇവിടേക്ക് വരണേ? അതിനവള് പറയും, അതിൽ എനിക്കൊരല്പം ജോലി ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ സ്പീച്ച് അത് തുടങ്ങാൻ സമയമായെന്ന് പറഞ്ഞ് ബിഗ് മോം ആണെങ്കിൽ ഇപ്പൊ സംസാരിക്കാനായിട്ട് തുടങ്ങും. നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ ഞാനും കൈഡോയും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളിലൂടെ ആങ്ഷ്യൻ വെപ്പൻ അത് ഞങ്ങൾ തിരികെ പിടിക്കും. അതിനുശേഷം ഗവൺമെന്റിനെ പോലും ഞങ്ങൾ ചെറുത്തു നിൽക്കും. മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ വൺ പീസ് ട്രഷർ അത് കണ്ടെത്തും. അവളത് പറയേണ്ട താമസം ആ ഒരു മാൻഷനിൽ വലിയൊരു ഇടി അങ്ങനെ വീഴുകയാണ്. അടുത്ത നിമിഷം ലൂഫിക്കാണെങ്കിൽ വലിയൊരു ഞെട്ടല്. കാരണം ലൂഫിയുടെ സ്വപ്നമാണ് അത് കണ്ടെത്തുക എന്നത്. ലൂഫി ആണെങ്കിൽ അങ്ങനെ പല്ല് കടിക്കും. കാരണം അവന്റെ കോമ്പറ്റീറ്റേഴ്സ് അത് കൂടിയിരിക്കുകയാണ്. കൈഡോ പറയും, ആങ്ഷ്യൻ വെപ്പൻ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ വേൾഡിൽ തന്നെ വലിയൊരു ഫൈറ്റ്, ഒരു യുദ്ധം അത് നടക്കും. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറായിരിക്കണം. അത് കേട്ട സോൾജിയേഴ്സ് ആണെങ്കിൽ അങ്ങനെ ചെയർ ചെയ്യാണ്. റോബിൻ ആണെങ്കിൽ അത് കേട്ട് അങ്ങനെ ഞെട്ടുകയാണ്. കാരണം അവൾക്ക് ആങ്ഷ്യൻ വെപ്പൻസിനെ കുറിച്ച് അറിയാം. 3 ആങ്ഷ്യൻ വെപ്പനാണ് ടോട്ടൽ ഉള്ളത്. ഒന്നാമത്തേത് പ്ലൂട്ടോൺ, രണ്ടാമത്തത് യുറാനസ്, മൂന്നാമതായിട്ട് പൊസൈഡൻ. അത് മൂന്നും അവരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ വലിയ അപകടമാണ്. ആക്ച്വലി അവർ തന്നെ വലിയ അപകടകാരികളാണ്. അവരുടെ കയ്യിൽ ആങ്ഷ്യൻ വെപ്പൻ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ ലോകത്തെ തന്നെ കീഴ്മേൽ മറിക്കും. സോ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്ത് വില കൊടുത്തും അവരെ തടയണം. ഒറോച്ചിക്കാണെങ്കിൽ കൈഡോയും ബിഗ് മോമും പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഭയങ്കര സന്തോഷം. കൈഡോ ആണെങ്കിൽ ഒറോച്ചിയോട് പറയും, ഇനി നിന്റെ ടേൺ ആണ്. നിന്റെ ഈ ഒരു ഐലാൻഡിലേക്ക് ആയിട്ടുള്ള അസിസ്റ്റൻസിനെ നീ തെരഞ്ഞെടുക്കണം. ഓൾറെഡി നേച്ചറാൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ഒരു ഐലാൻഡാണ്. അതുകൊണ്ട് തന്നെ നിനക്കും അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു സോൾജിയർ പട ആവശ്യമാണ്. പ്രധാനമായിട്ടും ഇപ്പൊ ബിഗ് മോമും കൈഡോയും അലയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ഇനി ഒരുപാട് കാലം ഇവിടെ നിൽക്കാനായിട്ട് കഴിയില്ല. അനോക്കിൻഡത്തിലേക്ക് അത്ര വേഗം നേവിക്കാർക്കോ പുറത്തുള്ളവർക്കോ കടന്നു വരാനായിട്ട് കഴിയില്ല. പക്ഷെ വീണ്ടും അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒറോച്ചിയെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇത്രയും വേഗം കുറെ കൂടെ ആയുധങ്ങൾ അത് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഒരു ഐലാൻഡിന്റെ സ്ട്രെങ്ത് അത് കൂട്ടണം. അതിനെല്ലാം പവർഫുൾ ആയ ആളുകൾ അത് അനിവാര്യമാണ്. അത് മാത്രമല്ല, കൈഡോ ആണെങ്കിൽ മുഴുവനായിട്ടും ഈ വാനോ കിൻഡത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് പോവാണ്. ഒറോച്ചിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ഒറോച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നവും ലക്ഷ്യമായിരുന്നു ഈ ഒരു ഐലാൻഡ് അത് അവന്റെ അണ്ടറിലാക്കി മാറ്റുക എന്ന്. അതിന്റെ സഹായത്തിന് വേണ്ടി മാത്രമാണ് കൈഡോയെ അവൻ കൂടെ കൂട്ടിയത്. ഇപ്പൊ അതേ കൈഡോ തന്നെ ആ ഒരു ഐലാൻഡ് അത് അവന്റെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഒറോച്ചിയുടെ ദേഷ്യം അത് ഇരട്ടിയാവും. ഒറോച്ചിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഐലാൻഡിനെ തൊട്ട് കളിക്കും. ഇത് എന്റെ ഐലാൻഡാണ്. ഫ്ലവർ ക്യാപിറ്റൽ അത് എന്റേത് മാത്രമാണ്. അതൊരു കാരണവശാലും എന്റെ ഐലാൻഡ് അത് ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. പക്ഷെ കൈഡോ ആണെങ്കിൽ അതൊന്നും കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ്. കൈഡോ ആണെങ്കിൽ ഇപ്പൊ പതിയെ നടന്ന് മൊമന്റോസ്കിയുടെ അടുത്തേക്ക് വരികയാണ്. അവന്റെ പേടി അത് കൂടി വരും. ഒറോച്ചി ആണെങ്കിൽ നിർത്താതെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കൈഡോ ഇത് നിന്റെ ഐലാൻഡ് അല്ല, സഹായിക്കാനായിട്ട് മാത്രമാണ് നീ ഇവിടേക്ക് വന്നത്. നീ തിരികെ പോവേണ്ടവനാണ്. ഒരു കാരണവശാലും ഈ കൺട്രി അത് നിനക്ക് ഞാൻ തരില്ല. ആണെങ്കിൽ അടുത്ത നിമിഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന വെപ്പൻ അത് താഴെയിടും. കിങ് ആണെങ്കിൽ ഒരു സ്ക്വാഡ് കയ്യിൽ കൊടുക്കുകയാണ്. ഒറോച്ചി ആണെങ്കിൽ എന്നോട് പറയും, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. നിനക്കിവിടെ ഇനിയും ഫാക്ടറികൾ ആരംഭിക്കാം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യും. ഇപ്പൊ നീ ആ സ്ക്വാഡ് എടുത്ത് മൊമന്റോസ്കിയെ കൊല്ലാനായിട്ട് പറയും. അവൻ ആ സ്ക്വാഡ് ആണെങ്കിൽ ആഞ്ഞു വീശും. അടുത്ത നിമിഷം രക്തം അങ്ങനെ ചീന്തി തെറിക്കുകയാണ്. ഒരു സെക്കൻഡ് ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ഫ്രീസായി പോവും. അവൻ വെട്ടിയത് മൊമന്റോസ്കിയുടെ തലയല്ല, മറിച്ച് ഒറോച്ചിയുടെ തല. എനിക്ക് എന്റെ പ്രതിബന്ധമായിട്ട് ആരും വരുന്ന ഇഷ്ടമല്ല. അങ്ങനെ ആര് വന്നാലും ഇതായിരിക്കും അവരുടെ ഗതിയെന്ന് പറയും. ചുറ്റുമുള്ളവർക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. മൊമന്റോസ്കി ആണെങ്കിൽ ആ കാഴ്ച കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. കൈഡോ ആണെങ്കിൽ ഇപ്പൊ മൊമന്റോസ്കിക്ക് നേരെ തിരിയും. അത് കണ്ട് ലൂഫി ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, മൊമന്റോസ്കി പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എത്രയും വേഗം നിന്നെ സേവ് ചെയ്യുമെന്ന് പറയും. അവളാണെങ്കിൽ ടെൻഷനായി ലൂഫിയുടെ ഫേസ് അങ്ങനെ പൊത്തിപ്പിടിക്കും. പക്ഷെ അപ്പോഴേക്കും ആ ഒരു ഭാഗം അത് തകർന്ന് അവർ രണ്ടുപേരും താഴേക്ക് വീഴുകയാണ്. താഴെ വീണ ലൂഫി ആണെങ്കിൽ ഇപ്പോൾ അവളുടെ ഡ്രസ്സിൽ പിടിച്ച് വലിക്കും. എനിക്ക് എത്രയും വേഗം മൊമന്റോസ്കിയെ സേവ് ചെയ്യണം. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ലൂഫി ഇപ്പോ അവളെ വിശ്വസിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒറോച്ചിക്ക് നേരെ ഉഷാറായിട്ട് ചാടി ഓടും. കട്ട് ചെയ്ത ഇവിടെ സാമുറായി പെണ്ണ് ഒക്കിക്കു. അവളാണെങ്കിൽ കാഞ്ചറോയുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കാഞ്ചറോ അവനാണെങ്കിൽ പെയിന്റ് ചെയ്ത് അവനെ പോലുള്ള ഒരുപാട് കാഞ്ചറോമാരെ ക്രിയേറ്റ് ചെയ്ത് അവളുടെ അരികിലേക്ക് അയക്കും. അവളാണെങ്കിൽ സിമ്പിളായി അവറ്റകളെ വെട്ടി എറിയാണ്. അവസാനമായിട്ട് പെയിന്റ് ചെയ്തിരുന്ന
അവന്റെ ആ ബ്രഷ് അത് തന്നെ അവൾ തട്ടിത്തെറിപ്പിക്കും. കാഞ്ചറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവന്റെ പവർഫുൾ വെപ്പൻ അതാ ബ്രഷാണ്. അതാണ് ഇപ്പോൾ അവൾ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. അവനാണെങ്കിൽ അങ്ങനെ പകച്ചു നിൽക്കും. അവൾക്ക് ഈ ഒരു സമയം കൊണ്ട് അവന്റെ കഴുത്ത് അത് വെട്ടിയെറിയാം. അവളുടെ മനസ്സിൽ പഴയ കാര്യങ്ങൾ അതൊന്നൊന്നായിട്ട് വരും. അവളെ കൊണ്ടാണെങ്കിൽ അവനെ കൊല്ലാനായിട്ട് കഴിയുന്നില്ല. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കും. ആഞ്ചറോ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് അവളുടെ മുൻപിൽ ആക്ട് ചെയ്യാണ്. എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. സത്യത്തിൽ ഇതൊന്നും ഞാൻ വേണമെന്ന് വെച്ച് നിങ്ങളോട് ചെയ്തതല്ല. ഞാൻ അങ്ങനെ ഒരു ഘട്ടത്തിൽ പെട്ടുപോയതാണ്. എനിക്ക് അവർ പറയുന്നത് കേൾക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലായിരുന്നു. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരുപാട് കുറ്റബോധമുണ്ട്. നിങ്ങളെ ഓരോ തവണ ചതിക്കുമ്പോഴും എൻ്റെ മനസ്സ് അത് വേദനിച്ചിരുന്നു. അതിനെല്ലാം ഞാനിപ്പോൾ മരണം ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. നിനക്ക് ധൈര്യമായിട്ട് എന്നെ കൊല്ലാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നൈസായിട്ട് അവളെ ഇമോഷണലി ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അഷുറ ടോജിക്കും ബാക്കിയുള്ളവർക്കും കാര്യം പിടികിട്ടും. അഷുറ ടോജി വിളിച്ചു പറയും, ഒരു കാരണവശാലും നീ അവനെ വിശ്വസിക്കാനായിട്ട് പാടില്ല. അവൻ കള്ളനാണ്. ഒരിക്കലും അവൻ നമ്മളോടൊപ്പം ചേരില്ല. പക്ഷെ ഇവിടെ അവൾക്കാണെങ്കിൽ അവനോട് വല്ലാത്തൊരു അലിവ് തോന്നും. അവനോട് പറയും, ഇപ്പോഴും സമയം വൈകിയിട്ടില്ല. നിനക്ക് ഞങ്ങളോടൊപ്പം വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിന്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് നിന്നെ കൂടെ കൂട്ടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവൾ അവനോട് പറയും. ടാഞ്ചറോ ആണെങ്കിൽ ആ ഗ്യാപ്പിൽ ഡൈവേർട്ടായി അവളുടെ തലയ്ക്ക് ആഞ്ഞടിക്കുകയാണ്. അടികിട്ടി അവൾ താഴെ വീഴും. പക്ഷെ കാര്യമായിട്ടൊന്നും സംഭവിക്കാത്തതുകൊണ്ട് തന്നെ അവൾ വീണ്ടും ചാടി എഴുന്നേറ്റ് ഇപ്പൊ കാഞ്ചറോയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കാഞ്ചറോ ആണെങ്കിൽ വീണ്ടും സംസാരിച്ച് അവളെ ഡൈവേർട്ട് ചെയ്ത് അവളുടെ വയറ്റിൽ കത്തി കുത്തി ഇറക്കുകയാണ്. അവൾ ഷോക്കായി കാഞ്ചറോയെ തന്നെ നോക്കും. കാഞ്ചറോയ്ക്കാണെങ്കിൽ കിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഡ്രാമ പോലെയാണ്. അവന്റെ ലൈഫെ ഒരു ഡ്രാമയായിട്ട് മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. അവൾക്കാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ടും കണ്ടും കൺട്രോൾ പോവാണ്. വീണ്ടും കാഞ്ചറോ അവളെ പറ്റിക്കുകയാണെന്ന് അവൾ തിരിച്ചറിയും. വെട്ടുകൊണ്ടിട്ടും പരുക്ക് പറ്റിയിട്ടും അവൾ വീണ്ടും എഴുന്നേൽക്കും. ഞങ്ങളെ തോൽപ്പിക്കാനോ ഞങ്ങളെ ചീറ്റ് ചെയ്യാനോ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ ഫുൾ സ്ട്രെങ്ത്തിൽ ഇപ്പൊ കാഞ്ചറോ ആയിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവൾ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തെറിപ്പിച്ച് അവന്റെ ബോഡിയിൽ ആഞ്ഞു വെട്ടുകയാണ്. കാഞ്ചറോയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷം. അവനവന്റെ മനസ്സിൽ പറയും, ഞാൻ മരിക്കാനായിട്ട് നല്ലൊരു സ്റ്റേജ് അത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ മരിക്കുന്നത് നല്ലൊരു സ്റ്റേജിൽ തന്നെയാണെന്ന് പറഞ്ഞ് ഒരു ഇല്യൂഷൻ ഇപ്പൊ അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. അവളാണെങ്കിൽ ആഞ്ഞു വെട്ടി കാഞ്ചറോയെ കൊന്നു തള്ളുകയാണ്. അവൻ അങ്ങനെ ചേതനയേറ്റ് താഴെ വീഴുമ്പോൾ അവൾ പൊട്ടിക്കരയും. അതേസമയം ഇവിടെ ഡെഞ്ചറോയും എൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവരുടെ പടബലം അതിപ്പോ എല്ലാം കൂടെ സ്ട്രെങ്ത് കൂടി വന്നിരിക്കുകയാണ്. കാഞ്ചറോ മരിച്ചതിന് ശേഷം ഇപ്പൊ അവരെല്ലാവരും വീണ്ടും മുൻപോട്ടേക്ക് പോവും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ക്യാമറയുടെ കാഞ്ചറോയെ കാണിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒറോച്ചിയുടെ തല അതിങ്ങനെ തെറിച്ചു വീണ് കിടക്കുകയാണ്. ചുറ്റുമുള്ള അവന്റെ സോൾജേഴ്സിനോട് തീർത്തു പറയും, നിങ്ങൾക്ക് ഞാൻ ഒരേ ഒരു അവസരം തരാം എന്നോടൊപ്പം ചേരാനായിട്ട്. അങ്ങനെ എല്ലാം മറന്ന് എന്നോടൊപ്പം ചേരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പകരമായിട്ട് നിങ്ങളുടെ ജീവൻ തിരികെ തരാം. എൻ്റെ സ്ലേവായി നിങ്ങൾക്ക് എന്നോടൊപ്പം ജീവിക്കാം. ഒറുകഷിമയിൽ നിന്ന് ഞാൻ ഫ്ലവർ ക്യാപിറ്റലിലേക്ക് മാറുകയാണ്. വരാൻ പോകുന്നത് വലിയ യുദ്ധമാണ്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുക്കണം. അതല്ല നിങ്ങൾക്ക് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കണം എന്നാണെങ്കിൽ ധൈര്യമായിട്ട് എന്നോട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവനങ്ങനെ ടെററായിട്ട് നിൽക്കും. അതേസമയം ലൂഫി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും ഉഷാറായിട്ട് ഓടി അടുക്കുകയാണ്. ആണെങ്കിൽ വിളിച്ചു പറയും, ഇനി ഈ വാനോ കിൻഡത്തിന്റെ കിങ് അതെന്റെ മകളാണ്. അത് കേട്ട് മകളുടെ കൺട്രോൾ പോവും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഈ പാപത്തിലേക്ക് വലിച്ചിടും എന്നവൾ വിളിച്ചു ചോദിക്കും. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. സാധാരണഗതിയിൽ ലൂഫിയാണ് ഇതുപോലെ ഓരോന്ന് വിളിച്ചു പറയുന്നത്. പക്ഷെ ഇത്തവണ അവന്റെ പ്രതീക്ഷകളെ തെറ്റിച്ച് മറ്റൊരാൾ അതുപോലെ വിളിച്ചു പറഞ്ഞു. ലൂഫി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ ശബ്ദം ഉണ്ടാക്കരുത്, വളരെയധികം ബുദ്ധിപൂർവ്വം വേണം. ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും നീക്കാനെന്ന് പറഞ്ഞ് അവർ മുൻപോട്ടേക്ക് ഓടി വരുന്നതോട് കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.